കൂട്ടുകാരെ, ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളതേ ഓണത്തിന് ഞാൻ 8 കൂട്ടം കൂട്ടാനും ഒരു പായസം ഒക്കെ ഉണ്ടാക്കിട്ടോ. അതിൻ്റെ ഒരു വീഡിയോ ആണ്. മക്കളൊക്കെ വന്നപ്പോഴേ ഓണസദ്യ ഉണ്ടാക്കിയതാണ്. അതപ്പോൾ എല്ലാതും ഞാൻ ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തതാണ്. ആദ്യമായിട്ട് ഞാൻ അവിയലുണ്ടാക്കിട്ടോ. അതിനൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മത്തനുണ്ട്, കുമ്പളുണ്ട്, നേന്ത്രക്കായ ഉണ്ട്, പച്ചക്കായ ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, ഒക്കെ ഉണ്ട് ഇതിൽ. അങ്ങനെ പച്ചക്കറികളൊക്കെ നല്ലോണം പച്ചമുളകും ഉപ്പിട്ടിട്ട് വെളിച്ചെണ്ണയിൽ, വെള്ളം തീരെ വെക്കാൻ പറ്റില്ല കേട്ടോ. വെളിച്ചെണ്ണയിൽ ചെറിയ തീയിൽ ഇത് ഒന്ന് കടുകറുത്തുങ്ങാണ്ട് ഒരു സ്പൂൺ കടുകറുത്തിട്ട് അതിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് ചെറിയ തീയിൽ അടച്ച് വെച്ച് വേവിച്ചിട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, എന്നാലും ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് വീഡിയോ എടുത്ത് ഇട്ടാൽ കേട്ടോ. അങ്ങനെ നമ്മൾ അവിയലൊക്കെ അങ്ങനെ രാവിലെ നേരത്തെ 5 മണിക്ക് നീച്ചിട്ടേ പച്ചക്കറികളൊക്കെ അരിഞ്ഞു വെച്ചിട്ടോ. ഞാൻ മക്കളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അവരൊക്കെ ഉറങ്ങിയായിരുന്നു. അവരൊക്കെ നീച്ചിട്ടൊന്ന് അരിഞ്ഞ് തരാനൊക്കെ ഞാൻ സമയം നീട്ടിയില്ല, ഞാൻ തന്നെ അരിഞ്ഞു കേട്ടോ. അതൊക്കെ അരിഞ്ഞ് അതും അരിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഞാൻ ചായൻ്റെ രാവിലത്തെ പ്രഭാത ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കേട്ടോ. പ്രഭാത ഭക്ഷണം ഉണ്ടാക്കിയപ്പോൾ തന്നെ അതും കഴുകി അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ട് ഉള്ളിയൊക്കെ തൊലിച്ച് വെച്ചു, ഉണ്ടാക്കാതെ തേങ്ങയൊക്കെ വറുത്ത് വെച്ചു, ഒക്കെ റെഡിയാക്കിട്ടോ. രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. നല്ല പാടാട്ടോ അത് ഉണ്ടാക്കണമെങ്കിൽ. കുട്ടികളൊന്നും സഹായിച്ചാൽ വന്നപ്പോൾ അവരൊക്കെ ഞാൻ പറഞ്ഞയച്ചു. ഞാൻ മാത്രം ഉണ്ടാക്കിയാൽ മതി, നിങ്ങളാരും വരണ്ട. എനിക്ക് വീഡിയോ എടുക്കുകയും ചെയ്യാം, ഉണ്ടാക്കുകയും ചെയ്യാം. പിന്നെ എനിക്കങ്ങനെ ഞാനൊരു സാധനം ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ ആരും കൂടുന്ന ഇഷ്ടമല്ല, അത് കുളമാവും. അത് ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഉണ്ടാക്കും. ആരെങ്കിലുമൊക്കെ കൂടിയാൽ എനിക്കത് ശരിയാവില്ല. അപ്പോൾ കുട്ടികളോട് നിങ്ങൾ പോയി TV കണ്ടോളി, നിങ്ങൾക്ക് സ്കൂൾ കിട്ടുമ്പോൾ മാത്രമല്ലേ ഒഴിവുള്ളൂ, ഉമ്മ മാത്രം ഉണ്ടാക്കിക്കോളാം. ഞാൻ ആക്കം പോലെ ഉണ്ട്. എനിക്കതൊരു പണിയല്ല കേട്ടോ. പതുക്കെ അങ്ങനെ ഓരോന്ന് ആരും സഹായിച്ചാൽ വന്ന എൻ്റെ പണിയൊക്കെ കുളവും. ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി. കുട്ടികളൊക്കെ അവിടെ TV പോയി കണ്ടു. പാത്രം കഴുകാനൊക്കെ അവർ കൂടി തന്നു. അതിനൊക്കെ കൂടിക്കോളിയും തുടക്കാനും ഒത്തുകൂടി തുടക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തോളി. ചോറും കൂട്ടാനും ഉമ്മ ഉണ്ടായിക്കോളാം. അങ്ങനെ നമ്മൾ അവിയലൊക്കെ നന്നായി ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് കുറച്ച് നേരം ഇളക്കി കൊടുക്കട്ടോ. കുറച്ച് വെളിച്ചെണ്ണ, ഒരു 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. ഈ വെളിച്ചെണ്ണയിൽ കടന്നിട്ട് ചെറിയ തീയിലാണ് ഇത് വെന്ത് വരേണ്ടത്. ഞാനിപ്പോൾ ഒരു 4 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ അധികം എരിവ് വേണമെങ്കിൽ 5 ഇട്ട് കൊടുത്തോളൂ. പക്ഷേ ഇവിടെ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് കുറച്ച് എരിവ് അധികമായി, കുറച്ചൊക്കെ എരിവ് പറ്റും. അധികം എരിവായാൽ കുട്ടികൾക്കൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 4 പച്ചമുളക് ഇട്ടതുള്ളൂ. നിങ്ങൾ എരിവ് കുറച്ചുകൂടി വേണമെങ്കിൽ ഒന്നുകൂടി 2 ഇട്ട് കൊടുത്തോളൂ. ഇനി ഇതിലേക്ക് നമുക്ക് എന്താ വേണ്ടത്? തേങ്ങ ചതക്കണം കേട്ടോ. ഒരു 5-6 ഉള്ളി, 1 കപ്പ് തേങ്ങ, 1 കപ്പ് ഒരു മുറി തേങ്ങ, 1 മുറി തേങ്ങ, ചെറിയ ജീരകം കൂടി നമുക്കൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് അരച്ചെടുക്കാം, ഒന്ന് ചതച്ചെടുക്കാം. അങ്ങനെ ഇതൊക്കെ ചതച്ചിട്ട് നമുക്ക് കുറച്ച് തൈരും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. തൈരാണ് ഒഴിച്ചിട്ട് നമുക്ക് തൈര് അവിടെ വേറെ ഒഴിച്ച് കട്ട തൈരുണ്ടാക്കിയത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ തൈരിന് കേട്ടോ. പാല് കൊടുന്നിട്ട് നമ്മൾ തൈര് പെരിയിലുണ്ടാക്കുന്ന തൈര് വാങ്ങിയിട്ട് അത് ഒഴിച്ചങ്ങാണ്ട് അങ്ങനെ ഉണ്ടാക്കിയ തൈരാട്ടോ. എനിക്ക് കടയിലത്തെ തൈര് തീരെ ഇഷ്ടമല്ല, ഞാൻ വീട്ടിലെ തൈര് ഉണ്ടാക്കുക. പാല് കൊണ്ടിച്ച് നമ്മൾ ഉണ്ടാക്കും. അത് നല്ല കട്ട തൈരുണ്ടാവും കേട്ടോ. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ്. നിങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാക്കല് തൈര്? അങ്ങനെ നമ്മളെ അവിയലൊക്കെ വെന്ത് വരുന്നുണ്ട്. അതൊക്കെ നന്നായി ഇളക്കി കൊടുത്തു. നല്ല വെന്തിട്ടുണ്ട്. ചെറിയ തീയിലങ്ങനെ കടന്നിട്ട് ആ എണ്ണയിൽ കടന്നിട്ട് ഇങ്ങനെ വെള്ളമില്ലാതെ വെന്ത് കിട്ടണ്ടോ. എന്നിട്ട് നമുക്ക് വെന്തിട്ടേ അതിക്ക് 1 ഗ്ലാസ് തൈര്, ചെറിയ ഗ്ലാസ്സാട്ടോ. പുളി അധികമായ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതൊരു പാകത്തെ പുളിയിലെ തൈരാണ്, അതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഇതും ആ ചതച്ച തേങ്ങയും കൂടി അതിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കി കുറേ കൂട്ടാനുകൾ ഉണ്ടാക്കാണ്ട് കേട്ടോ. നമുക്ക് അടുത്ത പരിപാടി നോക്കിയാലോ? അത് നമുക്കവിടെ മാറ്റിയേക്കാം. ഒന്ന് ഇളക്കിയിട്ട് തേങ്ങയൊക്കെ ഒന്ന് വെന്ത് വരുമ്പോൾ
അങ്ങനെ ചേന എരിശ്ശേരി ഉണ്ടാക്കാൻ ഞാൻ ചേന ഒരു 300 ഗ്രാം ചേന എടുത്തിട്ട് നല്ലോണം കഴുകിയിട്ട് അത് വേവിച്ചാൽ ഒരു മൺചട്ടിയിൽ തീ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾ കാണിച്ചു തന്നത് ഞാൻ. അപ്പോൾ നിങ്ങൾ ആദ്യം തിളക്കുമ്പോൾ ചേന എരിശ്ശേരി ഉണ്ടാക്കുമ്പോൾ അതിൽ ഉപ്പിടരുതേ. ഒന്ന് തിളച്ചൊന്ന് പകുതി വേഗമാകുമ്പോൾ ഉപ്പിട്ട് കൊടുത്താൽ പറ്റും. അല്ലെങ്കിൽ എന്താ പറയുക, ചേന എളുപ്പം പോകില്ല. ഇതിപ്പോൾ ഞാൻ സാമ്പാർക്കില്ല കഷ്ണങ്ങൾ അരിഞ്ഞതാണ്. പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ എല്ലാ കഷ്ണങ്ങളും അരിഞ്ഞിട്ടുണ്ട്. സാമ്പാർക്ക് വേണ്ട എല്ലാ കഷ്ണവും ഉണ്ട്. പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വിസിലൊന്ന് വരുത്താം. ഈ ഓണസദ്യ ഉണ്ടാക്കാൻ നല്ല പണിയാട്ടോ. നമ്മൾ ബിരിയാണി നെയ്ച്ചോറ് ഉണ്ടാക്കണേ നമുക്ക് അത്ര പണിയില്ല. ഇതുണ്ടാക്കിയ നല്ല പണി ഉണ്ടാക്കാൻ. അത് ഒരാൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കുമ്പോൾ അത്ര പണിയൊക്കെ, കുറേ ആൾ കൂടുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ല. ഇനി നമ്മളെ ചേനരിശ്ശേരിക്കില്ല അരവാട്ടത്. കുറച്ച് തേങ്ങയും ചെറിയുള്ളി, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ചെറിയ ജീരകം ഇട്ടിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. ചേന എരിശ്ശേരിക്കില്ല അരവാട്ടോ. ആ സാമ്പാർ അവിടെ തീ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കേ ഒന്ന് കടുകെടുത്തിട്ട് കുറച്ച് തേങ്ങ ഇട്ടിട്ടൊരു മുളക് ഇട്ടിട്ട് ആ തേങ്ങ കുറച്ച് വറുത്തിടട്ടോ. ഈ വറവ് നമുക്ക് അതിൽ ഇട്ട് കൊടുക്കാനാണ്, എരിശ്ശേരിക്ക് ഇട്ട് കൊടുക്കാനാണ്. അപ്പോൾ നമ്മൾ തേങ്ങ അവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇത് വേറെ തേങ്ങ കുറച്ചെടുത്തിട്ട് കടുകെടുത്തിട്ട് കടുകിട്ട് പൊട്ടിയിട്ട് ആ തേങ്ങയിൽ വറുത്തിട്ട് ചുവന്ന മുളക് ഇട്ടിട്ട് അതിൽ ഇട്ട് കൊടുക്കാനാണ്. നമുക്ക് അരപ്പ് ആദ്യം ചേർത്ത് കൊടുക്കാം. ഈ അരപ്പിൽ നമ്മൾ മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകം, ചെറിയ ഉള്ളി ഇതൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് നല്ലോണം തിളച്ച് വരുമ്പോൾ നമുക്ക് അതൊന്ന് വെന്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കാണ്ടൊന്ന് ലൂസാക്കണം. അല്ലാതെ ലൂസാവും വേണ്ട. ഇത് നല്ലൊരു ടേസ്റ്റാട്ടോ ഈ ചേനരിശ്ശേരി. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവും ഉണ്ടാക്കിയത്. പക്ഷേ ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് വീഡിയോ ഇട്ടു അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് മാത്രം. എൻ്റെ ഓണസദ്യൻ്റെ വീഡിയോ ഇട്ടതാണ്. അങ്ങനെ ആ വറവും കൂടി ഒഴിക്കുമ്പോഴേ നല്ലൊരു ടേസ്റ്റാട്ടോ. ഇത് നല്ല ഒഴിച്ചുകൂടാനാവാത്തൊരു വിഭവമാണ് ഓണസദ്യയിൽ. അങ്ങനെ ഇത് റെഡിയായി. അപ്പോഴത്തേന് നമ്മൾ സാമ്പാറൊക്കെ വെന്ത് വരുന്നുണ്ട് കേട്ടോ. അതിക്ക് ഞാൻ തേങ്ങ വറുത്ത് അരച്ച് വെച്ചിട്ടുണ്ട്. ഞെയ്ക്കില്ല വെണ്ടയ്ക്കൊക്കെ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം ഒക്കെ വേണം. അങ്ങനെ നമ്മളെ സാമ്പാറും റെഡിയായി. തേങ്ങയൊക്കെ വറുത്തരച്ച് പാർന്നു, സാമ്പാർ കൂട്ടമൊക്കെ ഇട്ട് കായൊക്കെ വറുത്തിട്ട്. സാമ്പാറിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ആദ്യം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ ഇട്ടിട്ടില്ല. അല്ലാത്ത തന്നെ കുറേ ഇടാണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടി ഇതും കൂടി ഇട്ടാലേ അങ്ങനെ സാമ്പാറൊക്കെ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ. നമ്മളെ സാമ്പാർ നമ്മളെ പണ്ടത്തെ ആ സാമ്പാറിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടിയിട്ടോ. അത് ഞാൻ സാമ്പാർ പൊടി ഇവിടെ വീട്ടിലുണ്ടാക്കിയതാണ്. അത് ഞാൻ അതിൻ്റെ വീഡിയോ ഒന്ന് ഇട്ടുതരുന്നുണ്ട്. അങ്ങനെ പുളിയഞ്ചി ഉണ്ടാക്കിട്ടോ. നമ്മൾ പുളിയൊക്കെ ആദ്യം വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് ഇഞ്ചി, വെളുത്തുള്ളി, കടുക്, ഉലുവയൊക്കെ പൊട്ടിച്ചിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വറ്റൽമുളക് ഇട്ടിട്ട് പുളി അതിൽ ഒഴിച്ചിട്ട് ശർക്കര ഇടുക കേട്ടോ. അപ്പോൾ പുളിയഞ്ചി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയുണ്ടാവുമല്ലോ. അങ്ങനെ നമ്മളെ പുളിയഞ്ചി റെഡിയായി കൊണ്ടിരിക്കുകയാണ്. പുളിയഞ്ചി റെഡിയായി. ഇനി നമുക്ക് പായസം ഉണ്ടാക്കണം. നമ്മളെ ഒഴിച്ചുകൂടാനാവാത്ത സദ്യ സ്പെഷ്യൽ പായസം. അതിൻ്റെ പണി നമുക്ക് തുടങ്ങാം. നമ്മൾ സേമിയനും ചൗവരിയും കൂടിയും കൂട്ടിയിട്ടാട്ടോ പായസം ഉണ്ടാക്കുന്നത്. പാലട എക്സ്പ്രസ് പ്രഥമനൊക്കെ കൂട്ടി കുട്ടികൾക്ക് വെറുത്ത് കൊടുക്കും. അപ്പോൾ കുറേ സേമിയനും ചൗവരിയും വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ കുട്ടികൾ. പക്ഷേ എനിക്കിഷ്ടം എന്താ അറിയും, പാലട പ്രഥമനാണ്. ശർക്കര ഇട്ട പായസം എനിക്കിഷ്ടം. അതിന് നമുക്ക് പഞ്ചാര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം, ഒന്ന് കാരമൽ ചെയ്തെടുക്കാം പഞ്ചാര. അതിന് 3 ടീസ്പൂൺ പഞ്ചാര ഇട്ടിട്ടേ ഫ്ലെയിം വളരെ ചെറുതാക്കിയിട്ട് കുറച്ച് നേരം ഇളക്കാതെ വെക്കുക. അപ്പോൾ 4 ഭാഗത്തുനിന്ന് ഇങ്ങനെ ചോന്ന് ഇളം ബ്രൗൺ കളറിൽ ഇങ്ങനെ വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ പതുക്കെ ഇളക്കി കൊടുത്താൽ മതി. നമുക്ക് പഞ്ചാര കാരമൽ ചെയ്യാം. പാലടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അതൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മളെ പുളിയഞ്ചി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ വീഡിയോയിലേക്ക് പോയാലോ.
അങ്ങനെ ഗെയ്സ് നമ്മളെ പുളിയഞ്ചിയൊക്കെ റെഡി ആയിട്ടുണ്ട്, അടിപൊളിയായി നിൽക്കുന്നുണ്ട്. ഞാൻ കുറച്ച് പിന്നെ ഈത്തപ്പഴം ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 5-6 ഈത്തപ്പഴം പൊളിച്ചിട്ടായി കിട്ടുള്ളൂ. നല്ലൊരു ടേസ്റ്റ് ആട്ടോ ഈത്തപ്പഴം ഇടുമ്പോൾ. അപ്പം നമ്മൾ സേമിയനും ചൗവരിയും കൂട്ടിയിട്ടാണ് പായസം ഉണ്ടാക്കുന്നത്. അതിന് നമ്മൾ സേമിയൻ ആദ്യം വറുത്തിട്ടുണ്ട്. ചൗവരി ഇങ്ങനെ വെള്ളത്തിലിട്ടുകൊണ്ട് നമ്മൾ പൊതിർത്തിയിട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്, വിസിലെത്തിയാണ് കേട്ടോ. ഇനി ഇതുണ്ടാക്കാൻ എളുപ്പമാണ്, നല്ലൊരു ടേസ്റ്റുമാണ്. ചൗവരി ആദ്യം കുക്കറിൽ കുറച്ച് നേരം 5 മിനിറ്റ് 10 മിനിറ്റ് വെള്ളത്തിലിട്ട് കുക്കറിൽ വിസിലെത്തിയാട്ടത് നല്ല വെന്തിട്ടുണ്ട്. സേമിയൻ നമ്മളൊന്ന് വറുത്തിട്ടുണ്ട്. അപ്പോൾ പാലിൽ നമ്മൾ ആദ്യം പാലൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ അതിക്ക് സേമിയൻ വേവിച്ചെടുക്കാം. ആവശ്യത്തിന് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ ആദ്യം കാരമൽ ചെയ്ത പഞ്ചസാര ഉണ്ടല്ലോ, പിന്നെ നമ്മൾ മിൽക്ക് മെയ്ഡും ഒഴിക്കുന്നുണ്ട്. അങ്ങനെ പാലൊക്കെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സേമിയൻ വറുത്തത് നെയ്യിൽ വറുത്തതാണ്, അതേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതൊക്കെ ഒന്ന് വേഗോളൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നല്ലോണം ഇളക്കി വെന്ത് വരുമ്പോൾ നമുക്ക് ചൗവരി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളെ പായസമൊക്കെ തിളച്ച് വരുന്നുണ്ട്. ആ സേമിയനൊക്കെ ഒന്ന് അതിൽ കടന്നെത്തുന്ന പാകട്ടെ. സേമിയന് വറുത്താൽ എന്താ അറിയോ, വറുത്താൽ നല്ലാതെ കൊഴുത്ത് പോവില്ല. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് കട്ടി കുറവാണെങ്കിൽ കുറച്ച് സേമിയനും കൂടി മണി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ സദാ സേമിയനൊന്ന് പൊടിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. സാവുനാരി നമ്മളിത് വെന്തിട്ട് ഇട്ട് കൊടുത്താൽ മതി, നമ്മൾ വേവിച്ച് വെച്ചിക്കണമല്ലോ കുക്കറിൽ. അങ്ങനെ ആകുമ്പോൾ പിന്നെ നല്ലോണം വെന്തിട്ടുണ്ടാവും, നല്ല കൊഴുപ്പും ഉണ്ടാവും കേട്ടോ. അങ്ങനെ പായസമൊക്കെ നന്നായി വെന്ത് വരട്ടെ. അപ്പോൾ നമുക്ക് സാവുനാരി വേവിച്ചും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ കുറച്ച് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തോളൂ കേട്ടോ. എനിക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഞാൻ നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ കാണിച്ചിട്ടില്ല. അങ്ങനെ ഇതൊക്കെ നല്ലോണം കുറച്ച് നേരം നല്ലോണം ഇളക്കി സേമിയനൊക്കെ നന്നായി ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നമുക്ക് സാവുനരി എന്നാണ് ഞങ്ങൾ പറിച്ചിട്ട് കേട്ടോ. നിങ്ങൾ ചൗവരി എന്ന് പറഞ്ഞോളൂ, എന്തായാലും കുഴപ്പമില്ല. അതും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 2-3 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. കുറച്ച് മധുരം കുറവാണ്, അത്യാവശ്യം മധുരം. പായസത്തിൽ മധുരം ഇല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. നമുക്ക് ഇനി ചൗവരി വേവിച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ചൗവരിയും കൂടി ഇതിലിടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കേട്ടോ. സേമിയനും ചൗവരിയും വെച്ചിട്ടൊരു പായസം ഉണ്ടാക്കി നോക്കി, നല്ല അടിപൊളി ടേസ്റ്റ്. ഒരു പാലടപ്പുറത്ത് തന്നെ അവൾക്കെത്തൂല കേട്ടോ. നല്ല ടേസ്റ്റാണ്. കല്യാണ വീട്ടിൽ നിന്നൊക്കെ നമുക്ക് കിട്ടൂല അതേ ഒരു ടേസ്റ്റ് കേട്ടോ. അങ്ങനെ ഇതൊക്കെ നല്ലോണം അത്യാവശ്യം കുറുകലൊക്കെ ഉണ്ട് കേട്ടോ. ഇനി കുറച്ച് മിൽക്ക് മെയ്ഡും അണ്ടിയും മുന്തിരിയും വറുത്തിട്ട ഇതിൻ്റെ പണി റെഡിയായിട്ടോ. അങ്ങനെ നമ്മൾ സേമിയനും റെഡിയായി. കുറേ പെരിയാൾ ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല. ക്യാരറ്റ് പച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൻ്റെ ഒന്നും വീഡിയോ കാണിച്ചിട്ടില്ല. കൊപ്പാടെ കാണിക്കാൻ സമയം വേണ്ടേ. അപ്പം നമ്മൾ പഞ്ചസാര കാരമൽ ഇത് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് നമുക്ക് അണ്ടിയും മുന്തിരിയും വറുത്തിട്ട് അതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ.
അങ്ങനെ ഗെയ്സ് നമ്മൾ ഓണസദ്യയൊക്കെ റെഡി ആയിട്ടുണ്ട്. കൂട്ടാനുകളൊക്കെ എടുത്ത് ചോറും വിളമ്പ് കേട്ടോ. ചേനോടെ എരിശ്ശേരി, പുളിയഞ്ചി, വറുത്തപ്പേരി, ശർക്കരപ്പേരി, പിന്നെ ബീറ്റ്റൂട്ട് പച്ചടി, അവിയൽ, വറുത്തപ്പേരി, അങ്ങനെ കുറേ മുട്ടക്കോസ് ആയിട്ട് ഉപ്പേരി, പിന്നെ ബീൻസ് കൊണ്ട് ഉപ്പേരി, പപ്പടം, പായസം ഇതൊക്കെ കൂടി ഉണ്ടാക്കി കേട്ടോ. അച്ചാറൊന്നും എടുത്തിട്ടില്ല, അച്ചാറൊക്കെ അവിടെ ഉണ്ട്. സാമ്പാറൊക്കെ നല്ല അടിപൊളിയായി നന്നായിട്ടുണ്ട് കേട്ടോ. സാമ്പാറിൻ്റെ ഒരു വീഡിയോ ഞാൻ ആദ്യം ഇതിലിട്ടുണ്ട് എൻ്റെ ചാനലിൽ, അതിൽ പോയി നോക്കിയാൽ കാണാം. പിന്നെ നമുക്ക് എല്ലാവരും പാടെ കൂട്ടി ഒരു പിടിച്ചാണ്ടല്ലോ. ആ പായസം നല്ല ടേസ്റ്റ് ഉണ്ട്, പപ്പടം. വീഡിയോ ഇഷ്ടമായാലേ ലൈക്ക് ചെയ്ത് നമ്മളെയൊക്കെ ഒന്ന് സപ്പോർട്ടാക്കൊണ്ടു. എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കൊണ്ടു. നിങ്ങൾ ഓണസദ്യ ഉണ്ടാക്കിയ വീഡിയോ ഇട്ടുകൊണ്ടു ഞാനും കാണാം. ഫീഡ്ബാക്കൊക്കെ അറിയിക്കൊണ്ടു. എന്നാൽ നമുക്ക് ഓണസദ്യ ഒന്നും ഉണ്ടാലോ. അങ്ങനെ ഗെയ്സ് നമ്മളെ മനസ്സും വയറൊക്കെ നിറഞ്ഞു കേട്ടോ. നല്ലൊരു സദ്യയുടെ വട്ടം കഴിച്ച് ഒരു ബിരിയാണി പിടിക്കത്തൂല കേട്ടോ. വയറിനും കേടില്ല, ശരീരത്തിനും നല്ല സുഖമാണ്. അപ്പോൾ ഒരു പാട്ടൊക്കെ നമുക്കത് പാടിയാലോ അതിൻ്റെ ഇടയിൽ. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ് പൂവിളി പൂവിളി പൊന്നോണമായി പൂ കൊണ്ടു മൂടും പൊന്നിൻ ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചെമ്പാവിൻ പാടം ഇന്നേ കൊയ്യാം നാളെ ചെന്നാലത്തം ചിത്തിരച്ചോതി ഇന്നേ കൊയ്യാം നാളെ ചെന്നാലത്തം ചിത്തിരച്ചോതി പുന്നെല്ലിൻ പൂവിളിപ്പൂ മുറ്റം തോറും നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി പൂവിളി പൊന്നോണമായി ഓണവില്ലിൻ തമ്പുരുമേറ്റും വീടാണേ വീട് എന്നും പൂക്കണി വിടരും വീടാണേ വീട് കൂട്ടുകുടുംബത്തിൻ കൂട്ടാണെന്നും മതിലില്ലെവിടെ ഒന്നാണെല്ലാരും ഓണവില്ലിൻ തമ്പുരുമേറ്റും വീടാണേ വീട് എന്നും പൂക്കണി വിട
ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും നമ്മളെ സപ്പോർട്ടാക്കണേ. താങ്ക്സ്.